കാണേണ്ട കളികളെക്കുറിച്ച് പറയുമ്പോൾ ലോക ഫുട്ബോളിൽ നാളെ വമ്പന്മാർ ഏറ്റുമുട്ടുന്ന ദിവസങ്ങളാണ്. വമ്പന്മാർ കളത്തിലേക്ക് ഇറങ്ങുന്ന ദിവസം കൂടിയാണ്. യൂറോപ്യൻ കരുത്തരായ നെതർലാൻഡ്സും നിലവിലെ യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനും മത്സരത്തിന് ഇറങ്ങുന്ന ദിവസങ്ങൾ. ഗംഭീര മത്സരങ്ങളാണ് ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷം പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് മറ്റൊരു വമ്പന്മാരായ ജർമ്മനിയും ഇറങ്ങുന്ന ദിവസം കൂടിയാണ്. യൂറോപ്യൻ കരുത്തരായ നെതർലാൻഡ്സും ഏഷ്യൻ വൻശക്തികളായ ജപ്പാനും നേർക്കുനേർ വരുമ്പോൾ ആവേശ പോരാട്ടമാണ് ഡള്ളാസ് സ്റ്റേഡിയത്തിലെ പുൽമൈതാനങ്ങൾ കാത്തിരിക്കുന്നത്. ഇതിഹാസ താരങ്ങൾ ഉണ്ടായിരിക്കുക, ടോട്ടൽ ഫുട്ബോളിൻ്റെ വക്താക്കളെന്ന് വാഴ്ത്തപ്പെടുക, ലോകോത്തര നിലവാരമുള്ള താരങ്ങൾ എക്കാലത്തും ടീമിലുണ്ടാവുക. എന്നിട്ടും ഒരൊറ്റ തവണ പോലും ലോകകപ്പ് സ്വന്തമാക്കാൻ കഴിയാത്ത ടീമാണ് നെതർലാൻഡ്സ്. 3 തവണ ഫുട്ബോൾ ലോകകപ്പിന്റെ അരികിലെത്തിയിട്ടും എത്തിപ്പിടിക്കാൻ കഴിയാത്തതിന്റെ ചരിത്രമാണ് നെതർലാൻഡ്സിന് പറയാനുള്ളത്. എന്തായാലും ഇക്കുറി നേട്ടങ്ങളുടെ പേജിൽ കിരീടമെന്ന മോഹം എഴുതി ചേർത്തേ പറ്റൂ എന്നുറപ്പിച്ചാണ് നെതർലാൻഡ്സ് ടീം വരുന്നത്. മറുവശത്ത് ഫുട്ബോളിൽ ലോകത്ത് ഇന്ന് അട്ടിമറി വീരന്മാർ എന്ന ഖ്യാതി ഏറ്റവും കൂടുതൽ അർഹിക്കുന്ന ടീമാണ് ജപ്പാൻ. 2022 ഖത്തർ ലോകകപ്പിൽ ജർമ്മനിയെയും സ്പെയിനിനെയും ഒരേ ഗ്രൂപ്പിൽ അട്ടിമറിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ ജപ്പാനെ ഓറഞ്ച് പട എഴുതിത്തള്ളില്ലെന്ന കാര്യം ഉറപ്പാണ്. മറ്റൊരു മത്സരത്തിൽ ടൂർണമെന്റിന്റെ ഏറ്റവും മികച്ച ടീമുമായാണ് സ്പെയിൻ വിമാനം കയറിയിരിക്കുന്നത്. നിലവിലെ യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ഈ ലോകകപ്പ് നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമുകളിലൊന്നാണ്. റോഡ്രി, പെഡ്രി, ഫെറാൻ ടോറസ് തുടങ്ങിയ വൻ താരനിരയുമായാണ് സ്പെയിൻ വരുന്നത്. അതേസമയം ഹാംസ്ട്രിംഗ് പരിക്കിൽ നിന്ന് മുക്തനായി വരുന്ന യുവതാരം ലാമിൻ യമാൽ ആദ്യ മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് 11-ൽ ഇറങ്ങാൻ സാധ്യത കുറവാണ്. ചരിത്രത്തിലാദ്യമായാണ് ബ്ലൂ ഷാർക്ക് എന്ന് വിളിക്കപ്പെടുന്ന കേപ്പ് വെർദെ വിശ്വകിരീടത്തിന്റെ പോരാട്ടത്തിനിറങ്ങുന്നത്. ആഫ്രിക്കൻ യോഗ്യതാ റൗണ്ടിൽ കാമറൂണിനെ പോലുള്ള വമ്പന്മാരെ മറികടന്നു വരുന്ന അവർ ഏതൊരു അട്ടിമറിക്കും പോന്നവരാണ്. ഗ്രൂപ്പ് എച്ചിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ സ്പെയിൻ ഇറങ്ങുമ്പോൾ കന്നി ലോകകപ്പിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാണ് കേപ്പ് വെർദെയുടെ പുറപ്പാട്. വേൾഡ് കപ്പ് ഡെസ്ക്, കൈരളി ന്യൂസ്.